സുഹൃത്തുക്കളെ, ഇത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പരിസരമാണ്. ലോകത്ത് തന്നെ ആദ്യത്തേതും പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു വിമാനത്താവളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് എന്നതിൽ നമ്മൾ ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ്. വിമാനത്താവളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ പാത നാഷണൽ ഹൈവേ അത്താണിയിൽ നിന്ന് തുടങ്ങുന്നതും രണ്ടാമത്തേത് കാലടി മറ്റൂരിൽ നിന്ന് തുടങ്ങുന്നതുമായ പ്രധാനപ്പെട്ട റോഡുകളാണ്. ഇതിൽ കാലടി മറ്റൂരിൽ നിന്ന് തുടങ്ങുന്ന എയർപോർട്ടിലേക്കുള്ള പ്രധാനപ്പെട്ട റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. റോഡിൽ ക്യാമറയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ വലിയ കിടങ്ങുകളാണ്. റോഡിൽ നിറയെ കുഴികളാണ്. അത് തന്നെയുമല്ല, റോഡിൻ്റെ രണ്ട് അരികിലും ചെളിയും വെള്ളക്കെട്ടുമാണ്. നിറയെ വെള്ളക്കെട്ടുകളാണ്. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പരിസരം ഒരു 1.5 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഈ കാണുന്ന അവസ്ഥ. ഒരു എയർപോർട്ടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിലുള്ള സാഹചര്യമാണ്. കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലുള്ള ആളുകളാണ് പ്രധാനമായും വിമാനത്താവളത്തേക്ക് എത്താൻ ഉപയോഗിക്കുന്ന ഈ റോഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതാണ്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു 2 വീലറിന് പോലും അതിലേക്ക് പോകാൻ പറ്റില്ല. കാരണം നിറയെ മറ്റു വാഹനങ്ങൾ പോകുമ്പം ആളുടെ ദേഹത്തേക്ക് ചെളി തെറിപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ റോഡിൻ്റെ രണ്ട് വശവും ഒന്നല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടൈൽ പാകി മനോഹരമാക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റോഡിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കനാൽ പോകുന്നുണ്ട്. ആ കനാലിൻ്റെ തൊട്ടപ്പുറത്ത് നിറയെ ടൈലൊക്കെ പാകിയിട്ടുണ്ട്. അത് എന്തിനു പാകി വെക്കുന്നതെന്നത് അത് പാകിയവരോട് ചോദിക്കണം. അത് ആർക്ക് ഉപകാരപ്പെടും എന്നുള്ളത്. എന്തായാലും ഈ റോഡ് PWD റോഡാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഒന്നല്ലെങ്കിൽ ഇത് PWD ആണ് ചെയ്യേണ്ടതെങ്കിൽ അത് ഈ ടൈല് പാകി മനോഹരമാക്കുക. ഇതൊക്കെ ആളുകൾ വിദേശത്തു നിന്നും മറ്റുമൊക്കെ വരുന്ന ആളുകൾ കാണുന്നതാണ്. എന്തെങ്കിലുമുള്ളൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാകണം. അതല്ലെങ്കിൽ ഇത് സിയാലിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുക. അവരത് നല്ല ഭംഗിയായി ഈ റോഡ് പണിത് പൂർത്തീകരിക്കും. ഇത് രണ്ടും ചെയ്യില്ല എങ്കിൽ പിന്നെ ആരോട് പറയാനാണ്? ജനങ്ങൾ അതുവഴിയുള്ള യാത്രക്കാർ, ഏറ്റവും ദുരിതം അനുഭവിക്കുന്ന 2 വീലറിൽ യാത്ര ചെയ്യുന്ന ആളുകൾ നടന്നു പോകുന്നവരുമാണ്. കാരണം ഒരു വാഹനം വരുമ്പം ചെളി തട്ടിത്തെറിപ്പിച്ചാണ് പോണത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമാനത്താവളത്തിൻ്റെ പരിസരം ഇങ്ങനെയാണെങ്കിൽ ഇനി ആരോട് എന്ത് പറയാനാണ്? ഒന്നും പറയാനില്ല. ഇതൊക്കെ ഇങ്ങനെ നടക്കുകയുള്ളൂ.